സ്പാ സിനിമ കണ്ടിട്ടുള്ളവരാരെങ്കിലും പറയൂ. ആരും മിണ്ടിയില്ല. ഇറങ്ങി പോരോരുത്തർ വന്നിട്ട് പറയും ഞങ്ങൾ പടം കണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പറയാൻ പറ്റൂല്ലോ. എന്തുകൊണ്ടാണ് അഡൽട്ട് കോമഡി ജോണർ അതിനെ ഒരു ലൈറ്റ് മസാജ് വിത്ത് മെസ്സേജ് അതെങ്ങനെ ഫോം ചെയ്തത്? സങ്കടങ്ങൾ പറയേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് പറഞ്ഞു. പലതരത്തിലുള്ള ചിരികളാണ്. അടക്കി പിടിച്ച ചിരി, പൊട്ടിച്ചിരി, അടുത്തിരിക്കുന്ന ആൾ അമർത്തി പിടിച്ച ചിരി, ഓർത്തോർത്തുള്ള ചിരി, അങ്ങനെ പലതരത്തിലുള്ള ചിരികൾ ഉണ്ടായിരുന്നു. ചിരികൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. ആ സിനിമ സ്ക്രീനിൽ കാണുന്നതിനോടൊപ്പം വിത്ത് ചിരി, വിത്ത് കൂട്ടച്ചിരി വരുമ്പോൾ നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. തമാശ പാളിപ്പോയാൽ അതൊരു ദുരന്തമായി മാറും. ഗബ്രിയേൽ ജിബ്രിയിൽ എത്രത്തോളം ഷൈൻ ചേർന്നുണ്ട്? അതിൽ ഞാനുണ്ട്. ലോക്കായി പോകുന്നവരാണ്. അല്ലല്ല, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. ആ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ദുരന്തം കണ്ടു കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽ നിന്ന് കഥ ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് എഴുത്തുകാരും, കവിത എഴുതുന്നവരും, കഥ എഴുതുന്നവരും. ഈ റേപ്പ് ചെയ്യുന്ന പെൺകുട്ടിയെ ആ റേപ്പ് ചെയ്ത ആള് തന്നെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നുള്ളൊരു ഡെപ്പിക്ഷൻ പണ്ട് സിനിമകളിൽ ഉണ്ടായിരുന്നു. എല്ലാ സിനിമാ പ്രവർത്തകരും, സിനിമ എഴുത്തുകാരും ഭയങ്കര സാമൂഹിക പ്രതിബദ്ധതയോടെ സിനിമ ചെയ്യുന്ന ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പെയിനെ എടുത്തിട്ട് ആ പെയിൻ നമ്മൾ ആവിഷ്കരിച്ച ശേഷം കാഴ്ചക്കാരിലേക്ക് ഈ പെയിൻ അനുഭവേദ്യമാകുമ്പോൾ അതൊരു ആർട്ടായി മാറുന്നു, അതൊരു ക്ലാസിക്കായി മാറും. പ്രണയ സിനിമയായിരുന്നു. ആ സിനിമ ഞാൻ ഒരിക്കൽ കൂടെ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. ഞാൻ എഴുതാനുള്ള ഒരിക്കലും ഒരു റെപ്പറ്റീഷൻ ഫീൽ തരാത്ത, എപ്പോഴും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എലമെന്റ് ഉള്ള, എപ്പോഴും യുണീക്കായിട്ട് ചിന്തിക്കുന്ന ഒരു ഡയറക്ടർ. യെസ്, ദ വൺ ആൻഡ് ഓൺലി എബ്രിഡ് ഷൈൻ ആണ് ഇന്നെ കൂടെ ഉള്ളത്. നമസ്കാരം. വെൽക്കം. ഇപ്പൊ ആക്ച്വലി വലിയൊരു വിശേഷത്തിന്റെ നടുവിലാണ് നമ്മൾ, സ്പാ അല്ലെ? എനിക്ക് ആക്ച്വലി ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിന് കൊടുത്തൊരു അബ്രിവേഷൻ എന്ന് പറയുന്നത് സ്റ്റണ്ണിംഗ്ലി പോർട്രേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു അഡൽട്ട് കോമഡി ആർട്ട്. അങ്ങനെയാണ് എനിക്ക് സ്പായെ വിശേഷിപ്പിക്കാനായിട്ട് തോന്നിയത്. ഇത്തരത്തിലൊരു ജേണർ എടുത്തിട്ട് അതിനെ ഒരു ലൈറ്റ് മസാജ് വിത്ത് മെസ്സേജ്, ആ ഒരു ഫീലിൽ എങ്ങനെയാണ് അതെങ്ങനെ ഫോം ചെയ്തത്? ആ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നർമ്മത്തിന്റെ സാധ്യതകളാണ് ഞാൻ ആദ്യം തിരഞ്ഞത്. മൂടുപടം അണിഞ്ഞ രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ പുറത്ത് മറ്റൊരാളുകളാണ്, അകത്ത് മറ്റൊരു ആളുകളാണ്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഈ കോൺവെർസേഷൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് എന്നെ അട്രാക്ട് ചെയ്ത ഒരു ഘടകം. അപ്പം അതിനുള്ള ഒരു ഇടം എന്നുള്ള നിലയ്ക്കാണ് ഈ സ്പായെ തിരഞ്ഞെടുത്തത്. ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സ്പാ കാണിക്കുക, അല്ലെ അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ മാറ്റർ ആയിരുന്നില്ല. അതായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഈ ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള നർമ്മ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ സാഹചര്യമുള്ള, കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സ്പേസുള്ള ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യത. ഞാൻ പറഞ്ഞ സിനിമ ടോട്ടൽ കോൺഫ്ലിക്റ്റ് അല്ല, ഓരോ ഏരിയയിലും കോൺഫ്ലിക്ട്സ് വരാൻ സാധ്യതയുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻ്റ് വരാൻ സാധ്യതയുള്ള ഒരിടം എന്ന മട്ടിലാണ് അതിനെ എടുത്തത്. അപ്പം ഞാൻ അതിൻ്റെ നർമ്മം ഒരു സോഷ്യൽ സറ്റയർ ആണല്ലോ. പക്ഷെ സോഷ്യൽ സറ്റയർ ആണെങ്കിലും അത് പറയുന്ന വിഷയം അഡൽട്ട് ആയതുകൊണ്ടാണ് അത് ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ടായിരുന്നു. എറോട്ടിക് മൂവിയല്ല ഇതങ്ങനെ, ഒരു അത്തരത്തിലുള്ള സിനിമയല്ല, ഇതൊരു തമാശ പടമാണ്, അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ സറ്റയർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പറയുന്ന മാറ്റർ അഡൾട്ട് ജോക്കുള്ളതുകൊണ്ട്, പക്ഷെ അത് പറയുക എന്നുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആദ്യം ചിലപ്പോൾ ആളുകൾ കാണാൻ ശ്രമിച്ചത് ഇതിനൊരു അഡൾട്ട് മൂവിയാണെന്നുള്ള ഭയത്തിലായിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ ട്രെയിലറൊന്നും റിലീസ് ചെയ്തിരുന്നില്ല. പക്ഷേ കണ്ട് ആളുകൾ ചിരിച്ച് അതിനെ കുറിച്ചുള്ള ആളുകൾ വരുന്നത്, തിയേറ്ററിൽ ഇപ്പോഴും വരുന്നത് കണ്ട ആളുകൾ അവർ ഞങ്ങൾ ചിരിച്ചു എന്നുള്ള എക്സ്പീരിയൻസ് പറഞ്ഞ് കേട്ടിട്ട് ഒരാൾ പോയി അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വിളിച്ചോണ്ട് വന്നിട്ടാണ് ഇപ്പം തിയേറ്ററിലുള്ള ആൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൂവി കാണാൻ പോയി, ഇപ്പോൾ സ്പാ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പലതരത്തിലുള്ള ചിരികളാണ്. അടക്കി പിടിച്ച ചിരി, പൊട്ടിച്ചിരി, അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ആൾ അമർത്തി പിടിച്ച ചിരി, ഓർത്തോർത്തുള്ള ചിരി, അങ്ങനെ പലതരത്തിലുള്ള ചിരികളുണ്ടായിരുന്നു. ഏറ്റവും അതിൽ റെസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇതൊരു എനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടനാണെങ്കിലും ഇതൊരു A സർട്ടിഫിക്കറ്റ് ചോദിച്ചു വാങ്ങിയ ഒരു പടമാണ്. അപ്പൊ ഇതിലൊരു ഡബിൾ മീനിങ് കോമഡി ജോക്കുകൾ ഒന്നും തന്നെ വരുന്നില്ല. അത് മാത്രമല്ല, എന്നാലും ചിരിക്കാനുള്ള എലമെന്റ്സ് എല്ലാം ഇട്ടിട്ടുമുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഒരു കോമഡി കൈകാര്യം ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും എന്താ പറയാ ടാസ്ക് പിടിച്ചൊരു പരിപാടി എന്നുള്ളത്. അപ്പൊ എങ്ങനെ ഷൈൻ ചേട്ടൻ എങ്ങനെയാ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഹ്യൂമർ ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറയാം. കാരണം ഹ്യൂമർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇത് ആളുകൾ ചളിയായി പോയെന്ന് പറയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ കറക്റ്റ് മീറ്ററിൽ നിന്ന് താഴെ പോയാൽ അത് പെട്ടെന്ന് അതായത് ഒരു തമാശ പാളിപ്പോയാൽ അതൊരു ദുരന്തമായി മാറും. ഇപ്പം നമ്മളൊരു ഇമോഷണൽ സീൻ
ഷൂട്ട് ചെയ്തു. അപ്പോൾ അല്ലെങ്കിൽ ഇമോഷണൽ സീൻസ് ചെയ്യണം. അപ്പോൾ അതിനേക്കാളും അപകടമാണ് ഈ തമാശ ചെയ്തിട്ട് ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ. വർക്കൗട്ട് ആവാതിരിക്കുകയും അതേസമയം ഇതിനെ ഇതൊരയ്യേ എന്ന് പറയുന്ന രീതിയിലേക്ക് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ തമാശ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ആ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് കാണിക്കുക, ആളുകളെ ആ സാഹചര്യങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവർ ഇന്ന ഇടത്തിൽ, അവർ കാണുന്ന കഥാപാത്രം ഇന്ന സ്പേസിൽ ഇന്ന ഇടത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്ന കോൺട്രഡിക്ഷനും ഇവർ പറയുന്ന സാധനങ്ങളും സ്വാഭാവികമായ ഒരു ചിരിയിലേക്ക് വരും. വളരെ ഓർഗാനിക്കായിട്ട് ആ ചിരി വരും. നമ്മൾ ഫോഴ്സ്ഫുള്ളി ട്രൈ ചെയ്യാതെ തന്നെ ചിലപ്പോൾ അത് വരും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം ഷൈൻ ചേട്ടനെ പറ്റി പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് എടുക്കാനും അതുപോലെ തന്നെ യുണീക്നെസ് കൊണ്ടുവരാനും, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡയറക്ടറാണ് എന്നുള്ളൊരു ടാഗ് ലൈൻ ഉണ്ട് മലയാള സിനിമയിൽ. ചേട്ടൻ അതിനെ എങ്ങനെയാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത്? ആക്ച്വലി ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമ എഴുതുന്ന ഒരാൾ, അല്ലെങ്കിൽ സിനിമ സൃഷ്ടിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ സിനിമ നമ്മളെ ഏതെങ്കിലും തരത്തിലൊരു കിക്ക് തരുന്നുണ്ടോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. നമ്മളെ ട്രിഗർ ചെയ്യുന്നത് എന്താണ്? നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നത് ഇങ്ങനൊരു സിനിമ നമ്മളുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ ഒന്ന്. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ ആളുകൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള ഘടകങ്ങൾ എന്താണുള്ളത്, പുതുതായിട്ട് കാണാത്ത, ചിലപ്പോൾ രസം തോന്നാൻ സാധ്യതയുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയുണ്ട്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ നോക്കും. പക്ഷേ അത് ചിലപ്പോൾ ഒരു കൺവെൻഷണൽ ഒരു ഹിറ്റ് ഫോർമുല ഞാൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരു പക്ഷേ ഞാനിങ്ങനെ റിസ്ക് എടുക്കുന്നു എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഫോളോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ ഉദ്ദേശവും ആളുകളെ രസിപ്പിക്കുക, ചിരിപ്പിക്കുക, എൻ്റെതായ രീതിയിൽ തന്നെയാണ്. ആളുകളെ നമ്മളിൽ നിന്ന് അകറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നെപ്പോളിയൻ, ഭഗത് സിംഗ്, അവർ 3 പേരാണ് എൻ്റെ ഹീറോസ് എന്നൊക്കെ പറയുന്ന പോലെ, എനിക്ക് സ്പാ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, 1 സുഗണൻ, 2 ഗബ്രിയേൽ ജിബ്രി, ആൻഡ് ദെൻ മാത്തൻ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രിയേൽ ജിബ്രി ഇപ്പം ഷൈൻ ചേട്ടൻ ഇതിൽ സ്പായനെ പറ്റി പഠിച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി നല്ല സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗബ്രിയേൽ ജിബ്രിയിൽ എത്രത്തോളം ഷൈൻ ചേട്ടനുണ്ട്? ആ ക്യാരക്ടറിൽ ഈ അന്വേഷണം നടത്തുന്ന സംവിധായകൻ എന്നുള്ളത്, അതെ, അതിൽ ഞാനുണ്ട്. ലോക്കായി പോകുന്ന അല്ലല്ലേ, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. അനുഭവം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ ലോക്കായി പോയിക്കൂടുന്നില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്കായിരിക്കുന്ന സമയത്താണെങ്കിലും പറയുന്നുണ്ട് അതൊരു റൊമാൻറ്റിക് അവർ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ മൊത്തത്തിൽ എന്നെ കുറിച്ച് മാത്രമല്ല, എല്ലാ ഈ ഒരു ദുരന്തം കണ്ടു കഴിഞ്ഞാൽ ആ ദുരന്തത്തിൽ നിന്ന് കഥയുണ്ടാക്കാൻ നോക്കുന്നവരാണ് ഈ എഴുത്തുകാരും, കവിത എഴുതുന്നവരും, കഥ എഴുതുന്നവരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പെയിൻ കാണുന്നു, ഒരാളുടെ പെയിൻ. അപ്പം നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പെയിൻ, നമ്മളത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒന്ന്. ഈ പെയിനിനെ എടുത്തിട്ട് ആ പെയിൻ നമ്മൾ ആവിഷ്കരിച്ച ശേഷം ഇത് കാഴ്ചക്കാരിലേക്ക് ഈ പെയിൻ അനുഭവവേദ്യമാവുമ്പോൾ അതൊരു ആർട്ടായി മാറുന്നു, അതൊരു ക്ലാസിക്കായി മാറുന്നു. ഒരു ദുരന്തം കണ്ടാലും നമ്മൾ കാണുന്ന നമ്മൾ ചിരിച്ച സാധനം, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് കേട്ട് ചിരിപ്പിച്ചൊരു സാധനം നമ്മളിത് ആർട്ടാക്കി മാറ്റിയിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനകത്തും ഈ ചലച്ചിത്രകാരൻ അവനതിനകത്തൊരു സിനിമ ഉണ്ടോ എന്ന് തേടുന്നതായിരിക്കും. ഇനി എല്ലാവരും ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ നോക്കാറുണ്ട് അതിനകത്തൊരു കഥയുണ്ടോ. അപ്പോൾ അങ്ങനെ ലോക്കായി പോയി കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്നൊരു കഥ അന്വേഷിക്കും, കഥ തേടും. അതാണ് ഞാൻ ആക്ച്വലി ആ സീൻ ആലോചിച്ച് ചിരി വരികയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു പെയിൻ, ആ പെയിനിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്, അത് അവിടെ റാത്താകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്പാ പോലൊരു ടോപ്പിക്ക് ഷൈൻ ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അതൊരു പെയിൻ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യായിരുന്നു. എന്തുകൊണ്ടാണ് അഡൽട്ട് കോമഡി ജോണർ അത് തന്നെ സെലക്ട് ചെയ്യേണ്ട റീസൺ എന്തായിരുന്നു? ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവരൊരു കഥ കാണിക്കുന്നു, ആദ്യം അവരൊരു സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പിന്നെ ഒരിടത്തേക്ക് പോകുന്നു, അവിടെ വിഷമിച്ച് ഈ ജോലി ചെയ്യുന്നു, അവിടെ രക്ഷകൻ വരുന്നു, ഈ രക്ഷകൻ വരെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ സിനിമ. ഇത് ഒരുപാട് സിനിമകൾ, ഒരു ചാന്ദിനി ബാർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. ചാന്ദിനി ബാർ താബുവിൻ്റെ സിനിമയാണ്, നമ്മുടെ രാജീവ് രവി സാറ് ക്യാമറ ചെയ്ത
മധുർ ഭണ്ഡാർക്കർ സിനിമയാണ്. ആ സിനിമ കണ്ടു നോക്കണം. ആ സിനിമ ഇങ്ങനെ ഒരു കഥ പറയുന്നത്, നമുക്ക് സഡക് എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് ദത്തിൻ്റെ സിനിമയായിട്ട് കണ്ടിട്ടുണ്ടോ? പൂജ ഭട്ട് സഞ്ജയ് ദത്ത് അഭിനയിച്ചൊരു പടമാണ്. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി രക്ഷപ്പെടുന്നത്. സൂത്രധാരം കണ്ടിട്ടുണ്ടോ? രുദ്രാക്ഷം സിനിമ, അഭിമന്യുല് ലാലേട്ടതുപോലെ ഗീതൻ, ഇത്തരത്തിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തുന്ന രക്ഷകന്മാരെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊരു ഹീറോയ്ക്ക് ആയിട്ടുള്ള ഒരു ആക്ടാണ്. ഒരു ഹീറോ അവിടെ വരുന്നു, ഒരു ഹീറോ സെൻട്രിക് ആണ് ആ സിനിമകൾ. ഒരു ഹീറോ വരുന്നു, ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നു, അങ്ങനെയുള്ള. നമ്മുടെ സിനിമ ഹീറോ സെൻട്രിക്കേ അല്ല, ഇത് സ്പേസ് സെൻട്രിക് ആണ്. ഒരു ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ ബിഹേവിയറിനെയും കുറിച്ച് പറയുന്ന സിനിമയാണ്. ഒരു ക്യാരക്ടർ ഡ്രിവൺ സിനിമയാണ്. അപ്പോൾ ഈ സ്പേസിൽ നമുക്ക് ഹീറോ ഇല്ല. മറ്റ് സങ്കടങ്ങൾ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നിയത് ഇതാണ് ഇതിൻ്റെ എൻ്റർടൈൻമെൻ്റ് എന്ന് എനിക്ക് തോന്നി. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻ്റ് എന്ന് സിനിമ പറഞ്ഞു. നൈസ്. അപ്പോൾ ഞാൻ അതുപോലെ ഷൈൻചേട്ടൻ്റെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഷൈൻചേട്ടൻ്റെ ക്യാരക്ടർ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പിക്കിങ്. ആക്ഷൻ ഹീറോ ബിജുവിലെ സുരേഷ് ചേട്ടനാണെന്നുണ്ടെങ്കിലും, ഈവൻ പൂമരത്തിലൊരു ജൂനിയറിൻ്റെ ആ പെൺകുട്ടീനെ പോർട്രേ ചെയ്തേക്കുന്നതാണെങ്കിലും, ഇപ്പം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരെയും ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് ഇങ്ങനെ ചൂസ് ചെയ്ത് കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കഥാപാത്രത്തെ പോലെ തന്നെ ഒരു മനുഷ്യൻ നമ്മൾ കാണും. ഇയാളെ പോലെ ഒരാളെയാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ ഇയാൾക്ക് ആക്ടിങ് ടാലൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു മനുഷ്യൻ്റെ രൂപമായിരിക്കും, നമ്മൾ മനസ്സിലുള്ള മനുഷ്യൻ്റെ സംഭാഷണ ശൈലിയായിരിക്കും അയാൾക്കുള്ളത്. അയാളുടെ മാനറിസം നമ്മളുടെ മനസ്സിൽ എഴുതിയിരിക്കുന്ന കഥാപാത്രത്തിന് അനുയോജ്യമായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ പിക്ക് ചെയ്തിട്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ആക്ടറെ കൊണ്ടുവന്നിട്ട് ഈ കഥാപാത്രമാക്കിയിട്ട് മാറ്റും. സുരേഷിനെ ഞാനിതുപോലെ ഒരു ട്രിവാൻഡ്രത്ത് ബോബി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ബോബി ഇതുപോലെ പുള്ളിയുടെ നാടൻ പാട്ട് എനിക്ക് അയച്ചു തന്നു. വീഡിയോ ഇല്ലായിരുന്നു തോന്നുന്നു, നാടൻ പാട്ട് മാത്രം. അങ്ങനെ ഞാൻ വിളിച്ചു വരുത്തി, സുരേഷ് പാട്ട് പാടി. അപ്പോൾ സുരേഷിനോട് ഞാൻ സുരേഷിൻ്റെ മുന്നിൽ നിന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് സുരേഷിന് നല്ല സെൻസ് ഉള്ളതായതുകൊണ്ട്, സുരേഷ് നല്ല താളബോധമുണ്ട്, നല്ല സെൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു അത് പുള്ളിക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ട്, പുള്ളിയുടേതായ ശൈലി. പിന്നെ ഒരു നിഷ്കളങ്കമായ ചിരിയും ഒരു ക്യാരക്ടർ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് കണ്ടപ്പോൾ തന്നെ ഇയാൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സ്ക്രീനിൽ എന്ന് തോന്നി. ഓക്കെ. അപ്പോൾ പൂമരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ്, ആക്ച്വലി പൂമരം ഇതുപോലെ തന്നെ ഒരു പാട്ട് വരുന്നു. ആ പാട്ട് വന്നതിന് ശേഷം 2 വർഷത്തെ വെയിറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലൊക്കേഷനിലേക്ക് ഷൈൻ ചേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്തായിരിക്കും പറയുക? ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പൂമരം സിനിമ. കാരണം അതിന് എവിടെ ഫ്രെയിം വെച്ചാലും എന്താ പറയുക, പ്രസരിപ്പുള്ള മുഖങ്ങൾ കാണാം. ആ എനർജി ഫ്രെയിമിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവർക്ക് വരെ ഉണ്ടാവണം. ഒരു ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. നമുക്ക് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ ഭയങ്കര പാടായിരുന്നു ആക്ച്വലി. അതുകൊണ്ടാണ് അത് നീണ്ടു പോയത്. ഒരു ദിവസം വരുന്നത് ഒരു പിറ്റേ ദിവസം വരില്ല, കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉണ്ടാവും. രാവിലെ ചിലപ്പോൾ പിള്ളേർ വരുമ്പോൾ ഞാൻ പല സ്ഥലത്തും ബസ്സിന് ആളുകളെ കൊണ്ടുവരും. ഇവരിവിടെ വന്നിട്ട് മറ്റേ സിനിമ കാണാൻ വേണ്ടി പോകും. രാവിലെ കാണുന്നവർ പിന്നെ കാണില്ല, ചിലരവിടെ തന്നെ നിൽക്കും. അപ്പോൾ പിന്നെ ഞാനതൊരു ഇപ്പം ഞാനൊരു ക്യാമ്പസിൽ കഥ പറയുകയാണെങ്കിൽ നമ്മളൊരു ക്യാമ്പസ് എടുത്തിട്ട് അതിനകത്ത് പിള്ളേരുടെ കഥ പറഞ്ഞാൽ മതി. അവിടെ കുറച്ച് ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തു. ഇത് ഒരു യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രയും 100-500 സ്കൂൾ കോളേജിൽ നിന്നുള്ള കുട്ടികൾ ഈ സ്പേസിൽ വന്നിട്ട് ആ സ്പേസിനകത്ത് നടക്കുന്നൊരു കഥ പറയുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ പാട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ അങ്ങനെ സിനിമ ചെയ്യാൻ ഭയപ്പെടും. അന്നങ്ങനെ അത് ചെയ്യും. അന്ന് യൂത്ത് ഫെസ്റ്റിവലിനകത്തേക്ക് ഒരു മനുഷ്യർ ഒരു പക്ഷേ 5 ദിവസം 5 രാപ്പകലുകൾ ആ പൊടിയും രാത്രികളിൽ ഉറക്കം നിപ്പും പൊടിയും അതിൻ്റെ മ്യൂസിക്കും, അപ്പോൾ ആ ഇടത്തിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഞാൻ നമ്മൾ 5 ദിവസം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അല്ല, ഒരിക്കലും യൂത്ത് ഫെസ്റ്റിവലിൽ പോകാത്തവർക്ക് യൂത്ത് ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പോയിട്ടുള്ളവർക്ക് അവർക്ക് നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അവർ പോയ കാഴ്ചകൾ 2 മണിക്കൂർ തിയേറ്ററിൽ നിന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ട്. ഈ 5 ദിവസത്തെ ഈ രാപ്പകലുകൾ, അവരുടെ ഇമോഷൻസ്, ഇതൊക്കെയായിരുന്നു അതിൻ്റെ പക്ഷേ അതിനകത്തൊരു ചിലപ്പോൾ ഇത് പറഞ്ഞൊരു ലീഡ് ആക്ടർ, ലീഡ് ആക്ട്രസ്, അവരുടെ പ്രണയം, അങ്ങനെയൊക്കെ ചില എലമെൻറ്റുകളൊക്കെ പിന്നീട് മിസ്സായിട്ടുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഞാൻ ആ പ്ലേസ്മെൻറ്റും ഈ കുട്ടികളുടെ വാശിയും അതിനിടയ്ക്ക് വേദിക്ക് അപ്പുറമുള്ള വേദിയിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം പോയത്. പക്ഷെ അതിൻ്റെ ആദ്യ കഥ എങ്ങനെയായിരുന്നില്ല, ഒരു പ്രണയ സിനിമയായിരുന്നു അത്. ആദ്യത്തെ ഒരു പ്രണയ സിനിമയായിരുന്നു. പിന്നീട് അതിന് കഥ
മാറ്റുക ചെയ്തു. മാറി മാറി വന്നു. ഓക്കെ. ചിലപ്പോൾ ആ സിനിമ ഞാൻ ഒരിക്കൽ കൂടെ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. ഞാൻ എഴുതാനുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുക, മറ്റൊരു സംവിധായകന് വേണ്ടി. പൂമരത്തിന് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കട്ടെ, ആ പാട്ട് ആദ്യം ഇറങ്ങി, അതിനുശേഷമാണ് സിനിമ വരുന്നത്. സിനിമയ്ക്ക് നല്ല ഹൈപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു, വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു ആൾക്കാർ. അപ്പം പക്ഷെ സ്പായിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സാധനം നേരെ തിരിഞ്ഞു. ഒരു ട്രെയിലർ ഇല്ല, ഒരു പ്രൊമോ ഇല്ല, ഒന്നുമില്ല, പെട്ടെന്ന് അങ്ങ് വന്ന് വീഴുന്നു. എനിക്ക് തോന്നുന്നു ക്യാരക്ടർ പോസ്റ്റർ മാത്രം ആദ്യം വന്നിട്ടുണ്ട്, അതല്ലാണ്ട് വേറൊരു ക്ലൂ ഇല്ല. എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല, സിനിമ ഡയലോഗ് പോലെ എനിക്ക് വ്യക്തമാകുന്നില്ല എന്താണ് ആ പ്രൊമോഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. എൻ്റെ മാർക്കറ്റിംഗ് സെൻസിബിലിറ്റിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നത് ആൾക്കാർ മറന്ന് പൊയ്ക്കൊണ്ടിരിക്കും. പുതിയ മാറ്ററുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമല്ലോ, കണ്ടന്റുകൾ കയറിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പം ഞാനൊരു കാര്യം പറയുന്നു, അത് 6 മാസമായിട്ടും അത് വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ചൂട് പോകും. അപ്പം നമ്മളത് പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്യുക, ദെൻ ഒരു 1.5 മാസം നമ്മൾ ഇങ്ങനെ പടം വരുന്നത്. അപ്പോൾ ആൾക്കാർ ഓർമ്മയിൽ നിൽക്കും. പക്ഷേ പൂമരത്തിൻ്റെ ഒരു ഓർമ്മകളും കൂടിയാണ് ഞാൻ പിന്നീട് ചെയ്ത ഒരു സിനിമയും കുറേ മുമ്പ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകാം. ഇനി മഹാവീർ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അതൊരു വലിയ പരിപാടിയും നിവിനെ പോലൊരു ആക്ടറും ആസിഫ് എല്ലാം കൂടെ വന്നപ്പോൾ അതൊരു വലിയ പ്രൊഡക്ഷനായി. അപ്പോൾ ആ പ്രൊഡക്ഷൻസ് നാച്ചുറലി അത് പറയും, മീഡിയയും അത് കവർ ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങനെ അത്ര വലിയ സ്കെയിലല്ലാത്തൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. ഇപ്പം ആ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഒരു എന്താ പറയുക, അയ്യോ സമൂഹം എന്ത് വിചാരിക്കും, മാന്യന്മാർ കുറ്റം പറയില്ലേ, ആ ഒരു ടൈറ്റിലാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ അത് പ്ലേസ് ചെയ്തു? സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ നമ്മുടെ സ്പാ സിനിമ ഇറങ്ങി, അപ്പം എന്നെ വലിയൊരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ വിളിച്ചു, നിങ്ങൾ ആർട്ടിസ്റ്റുകളൊന്ന് എല്ലാവരും കൂടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് ആക്ച്വലി ഫിലിം ഫെയറിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് അവാർഡ് ഷോ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ എൻ്റെ ആർട്ടിസ്റ്റിനോട് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലത്തൊന്ന് ചെല്ലാമോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് വളരെ അടുപ്പമുള്ള ഒരു പോലീസ് ഓഫീസർ, വളരെ വർഷങ്ങളായിട്ട് അടുപ്പമുള്ള പോലീസ് ഓഫീസർ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത് അങ്ങോട്ട്. അപ്പം നമ്മുടെ ആർട്ടിസ്റ്റുകൾ അവിടെ ചെന്നു. അവർ സ്പാ സിനിമയിലെ ആക്ടേഴ്സാണ് എന്ന് പറയുന്നു. വലിയ സന്തോഷത്തോടെ അവർ കയറുന്നു. അവർ മൈക്ക് വാങ്ങിച്ചിട്ട് അവർ ഇതിനൊരു ഓളാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെന്താ ചോദിക്കുന്നത്, സ്പാ സിനിമ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. കാരണം അവരോടാണല്ലോ ഇൻട്രാക്ട് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരാളും കണ്ടതില്ല, അപ്പോൾ ആരും മിണ്ടിയില്ല. അപ്പോൾ സ്വാഭാവികം നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരും നമ്മളൊരു ഇടത്തിലേക്ക് ചെല്ലുന്നു, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മൾ ഗസ്റ്റുകളായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ആ ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ പോലും ആ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അവർ ശരി നമ്മൾ സ്പാ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പടം കണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതായത് സ്പാ സിനിമ കാണുന്നതേ സമൂഹം എന്ത് വിചാരിക്കുന്ന മനുഷ്യന്മാരടുത്ത് അല്ലേ അവർ കണ്ടു. ഞങ്ങൾ കുറേ ചിരിച്ചു, നല്ല ചിരി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പറയാൻ പറ്റുമല്ലോ, എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ എങ്ങനെ പറയും. അപ്പോൾ അതാണ് ആ സിനിമയിൽ പറയുന്നത്. അതിനപ്പുറം ഇനി ആ ടൈറ്റിൽ വേറെ മാച്ച് ഒന്നും ഇല്ല. അടിപൊളി. ആക്ച്വലി അത്തരത്തിലുള്ള ആ കപട സദാചാരത്തെയൊക്കെ ഒന്ന് പൊളിച്ച് കാണിക്കും. ഇത് കൊള്ളാം. ഇപ്പൊ ഈ മൂവി എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു പെർട്ടിക്കുലർ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിന്നീട് അതിന് ഭയങ്കര റിഗ്രറ്റ് അടിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് ആളെ രക്ഷിക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്ന ആളെ കല്യാണം കഴിക്കണം, ആ ഒരു ഇതിലേക്കാണ് എത്തുന്നത്. ഒരു സൊസൈറ്റിയുടെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ മിറർ ചെയ്യുവാണോ ഷൈൻ ചേട്ടൻ ഉദ്ദേശിച്ചത്, അതല്ല അതിനെ അടച്ചാക്ഷേപിക്കുമായിരുന്നു? നമുക്ക് ജനറലൈസ് ചെയ്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. പലതരം മനുഷ്യരുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അപ്പോൾ ആ മൊമെൻറ്റിൽ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പ്രണയഭ്രമം ബാധിക്കുകയാണ്. അതിൽ ഇല്യൂഷനാണ്. ആ ഇല്യൂഷൻ വേൾഡിലാണ് അയാൾ നിൽക്കുന്നത്, അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാളുടെ ഒരു ഭ്രമകൽപ്പനയിലാണ് നിൽക്കുക. പ്രണയഭ്രമം ബാധിച്ച് ഇല്യൂഷൻ വേൾഡിൽ ഞാൻ രക്ഷപ്പെടുത്തുന്ന ഇയാൾ വിചാരിക്കുക. ഇങ്ങനെ മനുഷ്യന്മാർ ഉണ്ടല്ലോ. കാരണം അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരു ഭയങ്കര കെയറിങ് ഒരു മൊമെൻറ്റിൽ കിട്ടുമ്പോൾ അത് ആ സമയത്തെ മാത്രമായിരുന്നു എന്ന് ചിലപ്പോൾ അവർ മനസ്സിലാക്കാതെ അത് ഭ്രമത്തിൽ പെട്ടുപോകും, പ്രണയഭ്രമം. അതിനകത്തൊരു രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തമാശ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചോദിച്ചാൽ ഒരുപാട് അത്തരം കഥകൾ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് തന്നെ കൂട്ടി ചോദിക്കാം. അതായത് ഇപ്പം മൂവീസിൽ
ഇപ്പോൾ ഒരു റേപ്പ് സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേപ്പ് ചെയ്യുന്ന പെൺകുട്ടിയെ ആ റേപ്പ് ചെയ്ത ആൾ തന്നെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നുള്ളൊരു ഡെപ്പിക്ഷൻ പണ്ട് സിനിമകളിൽ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത്തരത്തിൽ സിനിമ ഇങ്ങനെ ഒരു സംഭവത്തിനെ നോർമലൈസ് ചെയ്യുന്നതായിട്ട് ഷൈൻ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഒരു കഥയിലൊരു കഥാപാത്രം ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നൊരു ചലച്ചിത്രകാരന് തോന്നുകയും എഴുത്തുകാർക്ക് തോന്നുന്നു, അവർ ആ സാധനം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഗ്രാഫിനായിരിക്കും അവർ ചിലപ്പം നോക്കുന്നത്, അല്ലാതെ ഒരു ഭയങ്കര സമൂഹത്തോടൊരു പ്രതിബദ്ധതയോടുകൂടി അല്ലായിരിക്കും ചിലപ്പോൾ സിനിമ എഴുത്തുകാരനും സംവിധായകനും ഒക്കെ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതൊരു കോടികൾ മുതൽ മുടക്കുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് ഇതിങ്ങനെ കാണിച്ചാൽ പ്രേക്ഷകർക്ക് കണക്റ്റ് ആവും. ഇങ്ങനെ പോകുന്നതായി ചിലപ്പോൾ കൊമേഴ്സ്യലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഓരോ സീനുകൾ ഉണ്ടാക്കുന്നത്. എല്ലാ സിനിമാ പ്രവർത്തകരും സിനിമ എഴുത്തുകാരും ഭയങ്കര സാമൂഹിക പ്രതിബദ്ധതയോടെ സിനിമ ചെയ്യുന്ന ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും ഫസ്റ്റ് ടെൻഷൻ ഒരു സിനിമ കഥയാവോ, ഈ കഥ സിനിമയാക്കാനായിട്ട് എങ്ങനെ പറ്റും, ഇതിനൊരു നടൻ സമ്മതിക്കുമോ, ഇതിന് നിർമ്മാതാവിനെ കിട്ടുമോ എന്നുള്ളതായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഈ ആക്ടേഴ്സും നമുക്ക് പെർഫോം ചെയ്യാനുള്ള എന്താണ് സ്പേസ്, ഇത് തിയേറ്ററിൽ ഓടാൻ സാധ്യത ഉണ്ടോയെന്നതായിരിക്കും അവരും വിചാരിക്കുക. തിയേറ്ററിൽ ഓടുക, ആളുകളെ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതിന് ഒരു 3 ആക്ട് സ്ട്രക്ചർ വന്ന് ഇതിനൊരു കോൺഫ്ലിക്റ്റ് വരുത്തി ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും സിനിമ ആലോചിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പലതരം സ്ട്രക്ചറുണ്ട് സിനിമയുടെ തിരക്കഥയ്ക്ക്. ഈ 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ കണ്ട് ശീലമുള്ള ഏറ്റവും കൊമേഴ്സ്യലി സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. അതുകൂടാതെ പലതരം സ്ട്രക്ചറിൽ നമുക്ക് തിരക്കഥയെ സ്ട്രക്ചർ ചെയ്യാം. പക്ഷേ ഈ രീതിയിൽ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അതിനെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവുക ഇങ്ങനെ വന്നാൽ അങ്ങോട്ട് ഹീറോ അപ്പം കലയ്ക്കപ്പോൾ ഹീറോയുടെ കൂടെ ആളുകൾ നിൽക്കുമ്പോൾ അപ്പം ഹീറോയ്ക്ക് വേണ്ടി കൈയടിക്കുമായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ സ്പായിലൊക്കെ ആണെങ്കിലും ചേട്ടൻ്റെ ഒരു ഇത് കണ്ടേക്കുന്നത് ഞാൻ സർക്കാസം ഇസ് ദ മെയിൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ചേട്ടനെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ആരാണെന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്ത് പറയും? ഇപ്പോൾ ഏറ്റവും വലിയ കേരളത്തിൽ സർക്കാസമുള്ള മനുഷ്യൻ ശ്രീനിവാസല്ലേ, നടൻ ശ്രീനിവാസൻ മരിച്ചുപോയ. അദ്ദേഹത്തിൻ്റെ അപ്പുറം ഇന്നൊരു മനുഷ്യനുണ്ടോ ഇവിടെ കേരളത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും സ്പാ ഇങ്ങനെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊമോഷനൊക്കെ കുറച്ച് വൈകി തുടങ്ങിയാലോ അല്ലേ? മൗത്ത് പബ്ലിസിറ്റി എന്നുള്ള വലിയൊരു ആയുധത്തിന്റെ പുറത്ത് ഇങ്ങനെ അതുകൊണ്ട് മാത്രം നിലനിന്ന് പോവുകയാണ്, കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ വരുന്നത് നമ്മുടെ സന്തോഷം. ആളുകൾ പിന്നെ ഞാൻ എൻ്റെ ആദ്യ സിനിമ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്തത് ആളുകൾ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. 1983 ചിരികൾ കാണും, ചിരിയോടൊപ്പം ചെറിയ കൈയടി വരുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. ഈ ചിരികൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. ആ സിനിമ സ്ക്രീനിൽ കാണുന്നതിനോടൊപ്പം വിത്ത് കൂട്ടച്ചിരി വരുമ്പോൾ നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. അങ്ങനെ സ്പായിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചിരിയുണ്ട്, ഒരുപാട് ആളുകൾ ചിരിക്കുകയും ആ ചിരിയുടെ ശബ്ദം, ഈ സീൻ പ്ലസ് ചിരിയുടെ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ആ ഒരു കിക്ക് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്താണെങ്കിലും കൂടുതൽ സക്സസിലേക്ക് തന്നെ ആ ചിരി അനുഭവം വളരട്ടെ. എനിവേ, സ്പായ്ക്കും അതുപോലെ തന്നെ ഷൈൻ ചേട്ടനും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.